ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയും പൈനാപ്പിൾ പച്ചടിയും ഉണ്ടാക്കി നോക്കാം. ആദ്യം പരിപ്പ് കറി ഉണ്ടാക്കി നോക്കാം. അതിലേക്ക് വേണ്ടത് നമ്മുടെ ചെറുപയർ പരിപ്പാണ് വേണ്ടത്. അത് ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുത്തതിന് ശേഷം നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം, പിന്നെ ഞാനൊരു കഷ്ണം പച്ചമുളക് ഇടുന്നുണ്ട്. കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ്. എരിവ് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു 3 വിസിലടുപ്പിക്കുക. 3 വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് വെന്ത് വന്നിട്ടുണ്ടാകും. അതാ വെന്ത് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടി കിടന്നിട്ട് അതാ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. തേങ്ങയും ചെറിയ ജീരകവും അരച്ചതാണ്. അരച്ച അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിപ്പ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഓവർ തിളയ്ക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒരു ചെറിയ തിള വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും പിന്നെ ഒരിത്തിരി നെയ്യും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെയ്യ് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ചെറുപയർ പരിപ്പല്ലേ, നമ്മൾ പായസം വയ്ക്കുമ്പോൾ തന്നെ നല്ല രുചിയല്ലേ. അപ്പോൾ കറി വെക്കുമ്പോൾ ഒരു നല്ല രുചിയാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വിഭവം പൈനാപ്പിൾ പച്ചടിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. നമുക്ക് പൈനാപ്പിൾ വേണം, കുറച്ച് മുന്തിരി വേണം, തേങ്ങ വേണം, ശർക്കര വേണം, തൈര് വേണം. എന്താ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചത് നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ല വെന്ത് നല്ല സോഫ്റ്റായി വരണം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കണം. പിന്നെ അത് അവിടെ കിടന്ന് വേവുമ്പോഴേക്കും നമ്മളത് അവിടെ തേങ്ങയിലേക്ക് ചെറിയ ജീരകം, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കടുക്, ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. അത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ശർക്കര നല്ല ഉരുകി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർത്തത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിള വന്നതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ആ ചൂട് കിടന്നിട്ട് തന്നെ അത് മിക്സ് ആയാൽ മതി. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഏകദേശം റെഡി. ഇനി നമുക്ക് അതിലേക്ക് വറവും കൂടി ഇടണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് കടുകിടുക, വറ്റൽമുളക് ഇടുക. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം അടിപൊളി പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 2 വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നെ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ടാറ്റാ, ബൈ ബൈ. അടുത്ത വിഭവമേ വീണ്ടും കാണാം.